3 പതിറ്റാണ്ടായി ഒരു പാലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ ജനങ്ങൾ. കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരമായ വൈശ്യംപുറം കടവിലാണ് പാലം വേണമെന്ന ആവശ്യമുയരുന്നത്. പാലം നിർമ്മിക്കുന്നതിന് അധികൃതർ 3 തവണ തുക അനുവദിക്കുകയും പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തതാണ്. എന്നിട്ടും പാലം ഇപ്പോഴും കടലാസിലാണ്. കാണാം കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലം കുലുങ്ങിയാലും കുലുങ്ങാത്ത ചിലർ. വൈശംപുറം കടവിൽ ഒരു പാലം വരുന്നതിനായി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ആശുപത്രി സേവനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം പോകാൻ അക്കരെ എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റിപ്പോകേണ്ട അവസ്ഥയാണ്. ഒരു കനത്ത മഴ പെയ്താൽ മതി ഈ പ്രദേശം ആകെ ഒറ്റപ്പെടുമെന്ന പ്രതിസന്ധിയുമുണ്ട്. ഇരുവഴിഞ്ഞിയുടെ തീരത്ത് വൈശംപുറം കടവിൽ ഒരു പാലം വന്നാൽ ജീവിതം എത്ര എളുപ്പമായേനെ എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. ഒന്ന് അക്കരെ കടക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റണം. മറുകരയിലുള്ളവരുമായുള്ള ബന്ധം തന്നെ അറ്റുപോയെന്നാണ് പലരുടെയും പരാതി. ഈ പുഴൻ്റെ അക്കരെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഏത് ഉത്സവമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അവിടെ 3-4 കടകളുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്ത്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തെ ഞങ്ങൾക്ക് മുക്കത്ത് പോകണമെങ്കിൽ തന്നെ 3.5 കിലോമീറ്റർ അധികം നടക്കണം. അതുപോലെ KMCT മെഡിക്കൽ കോളേജ് ഉണ്ട് ഇവിടെ നേരെ അക്കരെ കിടന്നാൽ. അതുപോലെ മുക്കാങ്ങാടിലേക്ക് എളുപ്പമാണ്, മാമ്പറ്റയ്ക്ക് എളുപ്പമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ റൂട്ട് മുക്കത്തേക്ക് എളുപ്പ വഴിയാക്കി എടുക്കാൻ പറ്റും. ഈ കാരശ്ശേരി ടച്ച് ചെയ്യാൻ തന്നെ ഒരു എളുപ്പ റൂട്ട് ഉണ്ടാക്കാം. അരീക്കോട് നിന്ന് വരുന്ന വണ്ടിക്കോ അങ്ങനെ പോകാൻ പറ്റും. നേരെ മെഡിക്കൽ കോളേജ് KMCT മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള റൂട്ട് ആക്കാം. അങ്ങനെ പല കാര്യങ്ങളും ആയിട്ട് ഈ പ്രദേശത്ത് ഈ ഭാഗത്തിലെ മിക്കവാറും എല്ലാ കല്യാണം വിഷയങ്ങളും എല്ലാ പരിപാടിക്കും ആ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവൻ പങ്കെടുക്കായിരുന്നു. ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഒരു മരണം നടന്നാൽ ഞങ്ങൾ എത്രയോ സമയം കഴിഞ്ഞിട്ട് അറിയുന്നത്. അവിടെ എത്തുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഫുണറൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലം വന്നാൽ കാരശ്ശേരി പഞ്ചായത്തിലെ ചിപ്പാൻകുഴി, വൈശംപുറം, നാഗേരിക്കുന്ന് ഭാഗത്തേക്കും മുക്കം നഗരസഭയിലെ കച്ചേരി, ആറ്റുപുറം, കുറ്റിപ്പാല, മാമ്പറ്റ പ്രദേശങ്ങളിലേക്കും എത്താൻ എളുപ്പമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആശുപത്രികളിലേക്കും നഗരത്തിലേക്കും എത്തിപ്പെടാനുള്ള ദുരിതവും അവസാനിക്കും. മഴക്കാലത്ത് പ്രദേശം ഒറ്റപ്പെട്ടു പോകുമെന്ന സ്ഥിതിയും ഉണ്ടാകില്ല. ഈ ഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടി വയ്ക്കുമ്പോൾ ആ ഭാഗം വേറെ ടീമായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പല വിധേന അത് മുടങ്ങിപ്പോയി എന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇതിന് പിന്നാലെ കുറേ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു പച്ചക്കൊടി കണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇത് മുടങ്ങിപ്പോകരുതെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അക്കരയ്ക്കലുള്ള ആൾക്കാർ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധമൊന്നും ഇപ്പോൾ ഇല്ല. അതായത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡ് ആ ഭാഗത്തൊക്കെ വെള്ളം കൂടും. ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ KMCT അപ്പുറത്തുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ യാത്ര ചെയ്യാൻ സുഖമാണ്. അപ്പുറത്തൊക്കെ റോഡ് ബ്ലോക്ക് ആവുക ചെയ്യുക മഴയായിട്ട് വെള്ളം വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ പരിഹരിക്കാൻ പറ്റും. 28 വർഷം മുൻപ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തൂക്കുപാലത്തിനായി 3 ലക്ഷം രൂപ അനുവദിച്ചതാണ്. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. നാട്ടുകാരുടെ പരാതികളെ തുടർന്ന് വീണ്ടും 10 വർഷം മുൻപ് സംസ്ഥാന സർക്കാർ കോൺക്രീറ്റ് പാലം അനുവദിച്ചു. ബജറ്റിൽ 2 കോടി രൂപയും വകയിരുത്തി. ഇതോടെ നാട്ടുകാർ നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി കാത്തിരിപ്പും തുടങ്ങി. അതും യാഥാർത്ഥ്യമായില്ല. പാലത്തിന്റെ ആവശ്യം വീണ്ടും ശക്തമായതോടെ 7 വർഷം മുൻപ് തൂക്കുപാലം അനുവദിച്ചു. സ്ഥലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,34 ലക്ഷം രൂപ അനുവദിക്കുകയും 2021 ഫെബ്രുവരി 16 പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനവും പഠനവും ഒക്കെ ഉണ്ടായെങ്കിലും പാലം മാത്രം വന്നില്ല. 25 വർഷമായിട്ട് ഇവിടെ പാലത്തിന് വേണ്ടിയിട്ട് ഉള്ള യജ്ഞം നടത്തിയിട്ട് 25 വർഷമായി. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം റുപ്യ പാസ്സാക്കി. ഇവിടുത്തെ പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർമാനായിരുന്നു ഇവിടുത്തെ വാർഡ് മെമ്പർ. അത് കഴിഞ്ഞേരെ 2017-18 ബഡ്ജറ്റിൽ 2 കോടി പാസ്സാക്കി. അത് പാസ്സാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസും ഇല്ല. പാസ്സാക്കിയ ബഡ്ജറ്റിലുള്ളത് തന്നെ അത് ഒഴിഞ്ഞു പോയി. വീണ്ടും ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി മാധ്യമക്കാരും എല്ലാവരും പേപ്പറിലും റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1,34 ലക്ഷം പാസ്സാക്കി. അത് തൂക്കുപാലത്തിന് പാസ്സാക്കി, മറ്റേത് കോൺക്രീറ്റ് പാലത്തിന്. അപ്പോൾ ആ തൂക്കുപാലം നമ്മളോടൊന്നും ഇതൊന്നും ചെയ്യാതെ, നമ്മളോട് വിവരം ചോദിക്കുകയൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ എഗ്രിമെൻറ്റ് വെച്ചവർക്ക് നിങ്ങൾക്ക് കാണാൻ ഇവിടെ 4 മീറ്റർ റോഡ് പുഴയിൽ ചാടി കിടക്കുന്നുണ്ട്. ഒരു തൂക്കുപാലത്തിന് ആവശ്യം വെറും 3 അടി മാത്രമേ ഉള്ളൂ. അത് തന്ത്രപൂർവ്വം മാറ്റുക ചെയ്തത്. ഇപ്പം ഞങ്ങളെ UDF പ്രകടന പത്രികയിൽ
ഈ വൈശമ്പുറം പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ തന്നെ ഈ പാലത്തിന് പൈസ പാസ്സാക്കുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല. ഈ പാലം വന്നാൽ ഇപ്പം നിങ്ങൾ അറിയാം, അഗസ്ത്യമൊഴി ഭാഗത്തൊക്കെ അഗസ്ത്യമൊഴി ബ്ലോക്ക് മുക്കത്ത് വരെ തുടരുന്ന ഒരു സ്ഥിതി ഉണ്ട്. മുക്കം പാലങ്ങൾ വന്നാൽ മുക്കം പാലം വരെ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനും ഒരു പരിഹാരമാവും ഈ പാലം വന്നാൽ. വി ഡി സതീശൻ സർക്കാരിന്റെ സംസ്ഥാന ബജറ്റിൽ വീണ്ടും പാലം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 12 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തികൾക്കായി സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയത് ടോക്കൺ തുകയായ 100 രൂപയാണ്. ഇതുവഴി പദ്ധതിക്ക് ഔദ്യോഗികമായി ബജറ്റ് അംഗീകാരം ലഭിക്കുകയും ആവശ്യാനുസരണം വലിയ തുകകൾ അനുബന്ധ ബജറ്റുകളിലൂടെയോ റീ അലോക്കേഷൻ വഴിയോ ഈ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാരിന് നിയമപരമായി സാധിക്കുകയും ചെയ്യും. എന്നിട്ടും കാത്തിരിപ്പ് നീളുകയാണ്. പാലം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ പേരിൽ ഇനിയും വഞ്ചിക്കപ്പെടാൻ ഇവർക്കാവില്ല. 3 തവണ പണം വകയിരുത്തിയിട്ടും യാഥാർത്ഥ്യമാകാതെ പോയ പാലം വീണ്ടും സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ബജറ്റ് കടന്ന് വൈശമ്പുറം പാലം കര തൊടുമോ എന്ന് കാത്തിരിക്കുകയാണ് അവർ. ഇനിയും എത്ര നാൾ എന്നതാണ് ചോദ്യം. ക്യാമറമാൻ അനൂപിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. അതിൽ ചില പ്രേക്ഷകർ പറയുന്നുണ്ട്, നിസാം കൊല്ലം പറയുന്നു, അവിടുത്തെ ജനങ്ങളുടെ സ്വപ്നം പൂവണിയും, അത് UDF സർക്കാർ ഇപ്പോൾ കൊടുത്ത വാക്കാണ് എന്ന്. സുധീഷ് MN പറയുന്നു, പാലം അടയ്ക്കുന്നതിന് 2 ദിവസം മുമ്പ് അതിൽ കയറി, പിറ്റേന്നറിയുന്നു ചെറിയ വിള്ളൽ മൂലം അടച്ചെന്ന്. അത് നേരത്തെ പ്രേക്ഷകർ കണ്ട ആ പാലവും വാഗമണിലെ ഗ്ലാസ് പാലവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. ഏതായാലും നിരവധി പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.